ഹായ് കൂട്ടുകാരെ, ചിത്രാസ് ഗാർഡനിങ്ങിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇത് ഏത് പ്ലാന്റ്സ് എന്ന് മനസ്സിലായില്ലേ? മദർ ഓഫ് തൗസൻഡ്സ് എന്നറിയപ്പെടുന്ന പ്ലാന്റ്. അതായത് പണ്ട് കാലങ്ങളിൽ നമ്മൾ ഇലമുളച്ചി എന്നറിയപ്പെടുന്ന പ്ലാന്റാണ്. ഇത് ഞാൻ ജസ്റ്റ് എല്ലാം കൂടി കൂട്ടി പിടിച്ചിട്ട് ഒന്ന് കാണിച്ചു തന്നേ ഉള്ളൂ. നല്ല ഭംഗിയുണ്ടല്ലേ? അപ്പം നമുക്ക് ഈ ഇലമുളച്ചി മദർ ഓഫ് തൗസൻഡ്സ് നമുക്കിപ്പോൾ അവൈലബിൾ ആണ് കേട്ടോ. അപ്പോൾ നമ്മുടെ നാട്ടിൽ നിന്ന് പോയ ഒരു പ്ലാന്റ് ആയിരുന്നു. ഇപ്പോൾ നമുക്കിത് അവൈലബിൾ ആണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുവാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നമ്മൾ ഇന്ന് കുറച്ച് അലമാൻഡ പ്ലാന്റ്സ് ആണ് പരിചയപ്പെടുത്താൻ പോകുന്നത്. ഇതാണ് ഒന്നാമത്തെ വെറൈറ്റി. നല്ല ഒരു വെൽവെറ്റ് ബ്രൗൺ കളർ കോമ്പിനേഷൻ വരുന്നൊരു വെറൈറ്റിയാണ് ഈ അലമാൻഡ കേട്ടോ. ഒത്തിരി ഭംഗിയുണ്ടല്ലേ കാണാൻ വേണ്ടി. കാരണം നല്ലൊരു കളർ കോമ്പിനേഷനാണ്. ഒത്തിരി പേർക്ക് ഇഷ്ടപ്പെട്ട ഒരുപാട് ഡിമാൻഡുള്ള പ്ലാന്റാണ് ഈ ഒന്നാമത്തെ വെറൈറ്റി ആയിട്ടുള്ള ഈ വെൽവെറ്റ് കളറിൽ ഒരു ബ്രൗൺ കളർ വരുന്ന പ്ലാന്റ്. നല്ലൊരു വെൽവെറ്റ് ബ്രൗൺ എന്ന് പറയുന്നത് കാരണം അത്രയ്ക്ക് ഗ്ലേസിങ് ആണ് ഇതിൻ്റെ പൂക്കൾക്ക്. ഇതേ സൈസുള്ള വളരെ ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ്സ് ആണ് നമ്മൾ അയച്ചു തരുന്നത്. എല്ലാ പ്ലാന്റ്സും വിത്ത് ഫ്ലവറോട് കൂടിയൊക്കെ ആയിരിക്കും കേട്ടോ അയച്ചു തരുന്നത്. ഈ അലമാൻഡേൻ്റെ ഈ ഒരു റെഡ് കളറിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ ലീഫിൽ തന്നെ നമുക്ക് ഈസി ആയിട്ട് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. രണ്ടാമത്തെ വെറൈറ്റിയാണ് അലമാണ്ടേൻ്റെ തന്നെ വൈറ്റ് കളർ വെറൈറ്റി കേട്ടോ. വൈറ്റ് നമ്മുടെ മാൻഡിവില്ലയും അലമാണ്ടയും തമ്മിൽ മാറിപ്പോകുന്ന ഈ വൈറ്റ് കളർ ഫ്ലവേഴ്സിലാണ്. അപ്പോൾ ദേ അലമാണ്ടേൻ്റെ വൈറ്റ് കളർ ഫ്ലവേഴ്സ് ഉള്ള പ്ലാന്റ് കണ്ടില്ലേ? നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റാണ്. ഇതിൽ തന്നെ കണ്ടോ എന്തോരം പൂക്കളാണ് ഉണ്ടായി നിൽക്കുന്നത്. 3 പൂക്കളും ഒപ്പം ഒരുപാട് മൊട്ടുകളും ഒക്കെ ഉണ്ടായി നിൽക്കുന്നുണ്ട് കേട്ടോ. അലമാണ്ടേൻ്റെ വൈറ്റ് കളർ ഫ്ലവേഴ്സ് ഒരു റെയർ വെറൈറ്റിയാണ് കേട്ടോ. നല്ല ഭംഗിയിൽ പൂക്കൾ തരുന്ന ഒരു വെറൈറ്റിയാണ്. ഇപ്പോൾ നമ്മുടെ ഈ പ്ലാന്റ്സിൽ ഈ അലമാൻഡ വൈറ്റ് ഇതേ സൈസുള്ള ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ്സ് ആയിരിക്കും നിങ്ങൾക്ക് അയച്ചു തരുന്നത്. അടുത്തത് നോക്കിയാലോ? അടുത്ത നിങ്ങൾക്ക് കണ്ട് നല്ല പരിചയം ഉണ്ടാവും. നമ്മുടെ നാട്ടിൻപുറത്തൊക്കെ എപ്പോഴും കണ്ടുവരുന്ന ഒരു വെറൈറ്റിയാണ്. അപ്പോൾ ഈ പ്ലാന്റ്സും നമുക്കിപ്പോൾ അവൈലബിൾ ആണ്. ഇത് അധികം ഹൈറ്റ് വെക്കാണ്ട് തന്നെ കണ്ടോ ചെറുപ്പത്തിൽ തന്നെ പൂക്കളായി നിൽക്കുന്ന വെറൈറ്റിയാണ്. ഇത് നമ്മൾ എത്ര വീഡിയോ എടുത്താലും അതിൻ്റെ ഒരു കളറ് കിട്ടുന്നില്ല കേട്ടോ. നേരത്തെ ഞാൻ ആദ്യമേ കാണിച്ചില്ലേ അതേ കളേഴ്സിലുള്ള പൂക്കൾ തന്നെയാണ് വരുന്നത്. ഇത്രയും ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ്സ് ആണ് തരുന്നത്. അലമാണ്ട നമുക്ക് വെയിലത്തൊക്കെ വെച്ച് വളർത്തിയെടുക്കാൻ പറ്റുന്ന ഒരു പ്ലാന്റ് ആണ്. അതുകൊണ്ട് തന്നെ പ്രത്യേകിച്ച് കെയറിങ് ഒന്നും വേണ്ട. ഇത് പിന്നെ ഇടയ്ക്കൊന്ന് കട്ട് ചെയ്ത് വിടണം കേട്ടോ. അല്ലെങ്കിൽ ഇങ്ങനെ ഒരുപാട് വള്ളി വീശി പോകുന്ന പോലെ ഹൈറ്റ് വെച്ച് അങ്ങ് പോകും. ക്രീപ്പർ പോലെയൊക്കെ അങ്ങ് പോകും. അപ്പോൾ അതിനേക്കാളും ബെറ്റർ നമ്മളിങ്ങനെ കട്ട് ചെയ്ത് ബുഷ് ചെയ്ത് നിർത്തുന്നതായിരിക്കും കേട്ടോ. ഇത് നോക്കിക്കേ, അലമാണ്ടേൻ്റെ ഒരു യെല്ലോ കളറ് പ്ലാന്റ് ആണ് കേട്ടോ. ഇതും നമ്മുടെ നാട്ടിൻപുറത്തൊക്കെ ഒരുപാട് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. യെല്ലോ കളർ ഒത്തിരി കുഞ്ഞൻ പൂക്കൾ വിരിയുന്ന ഒരു വെറൈറ്റിയാണ്. ബാക്കിയുള്ള അലമാണ്ടേനെ അപേക്ഷിച്ച് ഈ യെല്ലോ കളേഴ്സിൻ്റെ ലീഫ് കുറച്ച് വ്യത്യാസമുണ്ട് കേട്ടോ. വളരെ ചെറിയ ലീഫായിരിക്കും ഈ യെല്ലോ കളേഴ്സിൽ ഉണ്ടാവുക. ഇത് ഈ ഒരു സൈസ് വരുന്ന പ്ലാന്റ്സ് ആണ് നമ്മൾ അയക്കുന്നത്. ഇതിൻ്റെ ചെറിയ പ്ലാന്റ്സും നമുക്ക് അവൈലബിൾ ആണ് കേട്ടോ. യെല്ലോവിൻ്റെ ചെറിയ പ്ലാന്റ്സും അവൈലബിൾ ആണ്. അത് ഒന്നും കൂടി ബുഷായിട്ട് നിൽക്കുന്ന വെറൈറ്റിയാണ്. ഇത് പിന്നെ കുറച്ച് നന്നായി പൂവായി തുടങ്ങിയ പ്ലാന്റ് ആണ് കേട്ടോ. അടുത്ത വെറൈറ്റി നമ്മുടെ അലമാണ്ടേൻ്റെ ഒരു മിനിയേച്ചർ വെറൈറ്റി ആണ് കേട്ടോ. നല്ല ഭംഗിയിൽ എൻ്റെ പൂക്കൾ കാണാൻ വേണ്ടി. മോർണിംഗ് ഗ്ലോറി ഒക്കെ പോലെ തന്നെയുണ്ട് അതിൻ്റെ പൂവ് കാണാൻ വേണ്ടി. ഇതിൻ്റെ ലീഫും വളരെ ചെറുതായിരിക്കും. പൂക്കൾ ബാക്കിയുള്ള അലമാണ്ടേൻ്റെ സൈസ് അനുസരിച്ച് ഇതിൻ്റെ പൂക്കൾക്ക് അത്ര സൈസ് വരുന്നില്ല. ചെറിയ പൂക്കളാണ് കേട്ടോ. വളരെ ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് ആണ്. ഇതും നമുക്ക് ബുഷായിട്ട് നിർത്താൻ പറ്റും. അപ്പം നമുക്ക് മൊത്തത്തിൽ ഇങ്ങനെ 5 വെറൈറ്റി അലമാണ്ടയാണ് വരുന്നത്. ഓരോ പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് 170 രൂപയാണ് കേട്ടോ. അപ്പോൾ ഈ പ്ലാന്റ്സ് വേണ്ടവർ തൊട്ട് താഴെ കൊടുത്തിരിക്കുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്ത് നിങ്ങളുടെ ഓർഡർ വേഗം തന്നെ കൺഫേം ആക്കുക. താങ്ക്സ് ഫോർ വാച്ചിങ്.